വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. യേശു ക്രിസ്തു 12 ശിഷ്യന്മാരുമായി പടകിൽ യാത്ര ചെയ്യുമ്പോൾ പടകിൽ യേശു ക്രിസ്തു തലകണ വെച്ച് ഉറങ്ങുകയായിരുന്നു. എന്നാൽ ശിഷ്യന്മാർ ഈ കാറ്റിൻ്റെയും പ്രതികൂലത്തിൻ്റെയും ഇടയിൽ യേശു ക്രിസ്തുവിനെ ഉണർത്തി, നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നത് ഞങ്ങളോട് വിചാരമില്ലയോ? അപ്പോൾ ആദ്യം യേശു ക്രിസ്തുവിലൂടെ പോയപ്പോൾ യാത്ര ചെയ്യപ്പോൾ സന്തോഷത്തിലായിരുന്നു, അവരുടെ മൈൻഡ് സന്തോഷത്തിലായിരുന്നു. കാറ്റുകളടിച്ച് തിരമാലകളകിയപ്പോൾ പടക് മറിയുന്ന രീതിയിലായപ്പോഴും നിലവിളിച്ചു, മൈൻഡ് മാറി. പിന്നെ യേശു കാറ്റിനുകൾ സാഹസിച്ച് നിന്നു. പക്ഷെ യേശു ക്രിസ്തു ഉണർന്ന് അതിന് പരിഹാരം നൽകിയപ്പോൾ അവർ മൈൻഡ് മാറി. ഈ 3 രീതിയിലാണ്. ആദ്യം അവരുടെ മൈൻഡ് സന്തോഷമായിരുന്നു. 2 പടക് മറിയാറായപ്പോൾ അവർ നിലവിളിച്ചൊരു മൈൻഡ് മാറി. അത് ശാന്തമായപ്പോൾ ഒരു മൈൻഡ് മാറി, പിന്നെ സന്തോഷത്തിലേക്കായി. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയാണ്. എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ മൈൻഡ് മാറും, എന്തെങ്കിലും പ്രതികൂലം വരുമ്പോൾ മൈൻഡ് മാറും, എന്തെങ്കിലും പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ മൈൻഡ് മാറുന്ന അനുഭവമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ദൈവാത്മാവ് നമ്മെ നടത്തുമ്പോൾ നമ്മുടെ മൈൻഡ് ഒന്നായിരിക്കണം. കാരണം പ്രേക്ഷകരോട് എന്തു വന്നാലും എൻ്റെ ദൈവം നടത്തും, എന്നെ പരിപാലിക്കും എന്നുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകാൻ ഇടയായിത്തീരൂ. ദൈവം പ്രേക്ഷകരോട് പറഞ്ഞിരിക്കുന്നതായ ദൂതുകളൊക്കെയും ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൈവമായൊരു ബന്ധത്തിൽ നമുക്ക് എപ്പോഴും ഒരു സന്തോഷം ഉണ്ടാകണം. ദൈവാത്മാവിനെ പ്രാപിക്കണം, ദൈവശക്തി പ്രാപിക്കണം. സ്തോത്രം. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ സ്തോത്രം, ദൈവത്തിൻ്റെ ശക്തിയാൽ നമ്മെ നടത്തുവാനിടയായിത്തീരും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഹല്ലേലൂയ. അവർ മാളിക മുറിയിൽ അവർ പ്രാർത്ഥിച്ചപ്പോൾ, ഹല്ലേലൂയ, അവർ ആരാധിച്ചപ്പോൾ സ്തോത്രം, അഗ്നി നാവർക്ക് പ്രത്യക്ഷനായി. ദൈവശക്തി അവർ നിറഞ്ഞു ദൈവത്തെ ആരാധിക്കാനിടയായി തീർന്നു. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് അന്ന് ശിഷ്യന്മാരൊക്കെ ധൈര്യമായി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനിടയായി തീർന്നു. പലർക്കും ഇന്ന് ദൈവാത്മാവില്ല, ദൈവശക്തിയുമില്ല. പലരുടെ ദൈവത്തിൻ്റെ ആത്മാവ് ചോർന്നു പോയിരിക്കുക. പലരുടെ ആത്മാവ് നഷ്ടമായി, പലരുടെ ശക്തി നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും പല വിശ്വാസികളുടെ ജീവിതത്തിൽ എന്തുവാ, പിശാച് കയറിയിരിക്കുക. ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങളോ ദൈവാത്മാവിൻ്റെ സംസാരങ്ങളോ ഒന്നും അല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ലത് ചെയ്തുകൊണ്ട് നല്ലത് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുകയും ബോധപ്പെടുത്തിയ ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയും ആരാധന അത് സ്വീകരിക്കുകയും ചെയ്യും. ഇത് നല്ലത് ചെയ്യത്തുമില്ല, നല്ലത് പറയത്തുമില്ല. എന്നിട്ട് പ്രാർത്ഥനയാണ്, ദൈവത്തോട് പ്രാർത്ഥന. പക്ഷെ ദൈവം കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നന്മ ചെയ്തും ദേശത്ത് വിശുദ്ധമായി പാർക്കണം. നന്മ ചെയ്ത് ദേശത്ത് വിശുദ്ധിയോടെ പാർക്കണം. എങ്കിൽ മാത്രമേ ആ പ്രാർത്ഥന ദൈവം കേൾക്കും. പ്രൈസ് സ്തോത്രം. കൊർന്നലൂസ് എന്ന് പറയുന്ന പട്ടാളത്തിൽ ജോലിയുള്ള ഒരു മനുഷ്യനെ കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രാർത്ഥിക്കുകയും ധർമ്മം ചെയ്തും കൊണ്ടിരുന്നു. അപ്പോൾ ആ വ്യക്തിയുടെ പ്രാർത്ഥന ദൈവം കേട്ടെന്നാണ് ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒന്നേ ധർമ്മം ചെയ്തും പ്രാർത്ഥിച്ചും പോരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട്. ഒന്നേ ധർമ്മം ചെയ്ത്, 2 പ്രാർത്ഥിച്ച്, 3 വിശുദ്ധിയോടെ ജീവിച്ച് പ്രൈസ് ദൈവസന്നിധി നിലനിന്നതുകൊണ്ട് ആ കൊർന്നലൂസിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട് എന്നുള്ളതാണ് ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും ദൈവം കേൾക്കുന്നില്ല. ദൈവം കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രൈസ് നമ്മുടെ നാവ് നല്ലതായിരിക്കണം, നമ്മൾ ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കണം.
ജീവിക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ജീവിക്കണം. എങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കൂ. ഇത് മനുഷ്യൻ പ്രേക്ഷണം ബോധിച്ച പ്രകാരം ഇഷ്ടമനുസരിച്ച് അതും ഇതൊക്കെ പറഞ്ഞ് അതും ഇതൊക്കെ ചെയ്ത് പ്രേക്ഷലാമേ ദൈവത്തെ കൂടെ പ്രാർത്ഥിക്കുക. പക്ഷെ ദൈവം കേൾക്കത്തില്ല. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് പിടിപ്പിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ നാം ഹല്ലേലൂയ വിശ്വാസത്തോടെ നന്മ ചെയ്തുകൊണ്ട് പ്രേക്ഷണം പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കൂ. ചിലർ പഠിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: കാറും വീടും ജോലിയും വലിയ വീടൊക്കെ വെച്ച് ജീവിക്കുന്ന പെന്തിക്കോസുകാർ അതാണ് അനുഗ്രഹം എന്ന് പറഞ്ഞ് പലരും പഠിപ്പിക്കുന്നവരുണ്ട്. ഒന്നുമില്ലാതെ സാമ്പത്തികമില്ലാതെ നടന്നും ജീവിത മേഖലകളിൽ സാമ്പത്തിക ബുദ്ധികൾ അനുഭവിക്കുന്നവരൊന്നും ദൈവാനുഗ്രഹം പ്രാപിക്കാത്തവരാണെന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. ദൈവസന്നിധി അങ്ങനെയൊന്നുമില്ല. ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ പലർക്കും സമ്പത്തുണ്ട്, പലർക്കും സമ്പത്തില്ല. ചിലർ ചില അടിസ്ഥാനത്തിൽ സമ്പത്തുണ്ടാകും, ചിലർക്ക് ജോലി ഉണ്ടായിരിക്കും, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമ്പത്തുണ്ടാകുന്നത്. ചിലർക്ക് ജോലി കാണത്തില്ല, ചില കൂലിപ്പണിയൊക്കെ ആയിരിക്കും, അവർ അതനുസരിച്ച് ജീവിച്ചു പോകാൻ പറ്റും. അപ്പോൾ കൂടുതൽ സമ്പത്ത് ജോലി കിട്ടുന്നത് അത് അനുഗ്രഹവും, കൂലിപ്പണി ചെയ്യുന്ന വ്യക്തിവിധങ്ങൾ അത് അനുഗ്രഹവും അല്ല എന്ന് പഠിപ്പിക്കുന്ന അനേക പോഷന്മാരുണ്ട്. അപ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രവർത്തനമല്ല. കാരണം പഴയ നിയമം പഠിക്കുമ്പോൾ സാധാരണക്കാരും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കാശുള്ളവരും ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടെ ചേർന്നാണ് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒരു വേർപാട് പോലെ ഇന്ന് പണമുള്ളവരോട് മാത്രം അവരുടെ ആരാധന, പണമുള്ളവർ പ്രസംഗിക്കുന്നു, പണമുള്ളവർ ആരാധിക്കുന്നു, പണമുള്ളവരെ അംഗീകരിക്കുന്നു. സാമ്പത്തിക ശേഷിയോ കാണപ്പെടുന്നൊന്നുമില്ലാത്തവരെയൊക്കെ തള്ളുന്ന ഒരു അനുഭവമായിരിക്കുകയാണ് മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷെ ദൈവം നോക്കുന്നത് പ്രേക്ഷകർ ഈ ലോകത്തിലെ സമ്പത്തൊന്നുമല്ല. പ്രേക്ഷകർ നീ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തിയും ദൈവശക്തി പ്രാപിച്ചും ദൈവത്തിന് വേണ്ടി നിലനിൽക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. എത്ര പേരുണ്ട് ദൈവത്തിന് വേണ്ടി നീതിക്കായി നിൽക്കുന്നവർ, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവർ, സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നവർ, കർത്താവിൻ്റെ വേലയെ സമർപ്പിക്കുന്നവർ, കർത്താവിന് വേണ്ടി ജീവിക്കുന്നവർ എത്ര പേരുണ്ട്? പ്രൈസലാമേ. ദൈവം അതാണ് നോക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ പ്രൈസലോട് നാം ആയിരിക്കുന്ന സ്തോത്രം എവിടെയാണ് അവിടെ നാം പ്രൈസലോ ഒന്ന് നാം ചെയ്യുന്നത് നല്ലതായിരിക്കണം, 2 നാം പറയുന്നത് നല്ലതായിരിക്കണം, 3 നാം പ്രവർത്തിക്കുന്നത് നല്ലതായിരിക്കണം. എങ്കിൽ മാത്രമേ ദൈവം നമുക്ക് പ്രസാദമുണ്ടാകും, ദൈവികമായ അനുഗ്രഹം ഉണ്ടാകും. അല്ലാതെ നാം എത്ര നാൾ ആരാധിച്ചാലും, എത്ര നാൾ പ്രസംഗിച്ചാലും, എത്ര നേരം പ്രാർത്ഥിച്ചാലും, എത്ര നാൾ നാം മുന്നേറിയാലും ദൈവം അതൊന്നും സ്വീകരിക്കത്തില്ല. ദൈവം നോക്കുന്ന നമ്മുടെ പ്രവൃത്തിയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതമുള്ള പ്രവൃത്തികളാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ലോകമനുഷ്യൻ പലതും പറയും. വിശ്വാസത്തിലുള്ളവരും ഇപ്പം പഴിചാരുന്നവരാ. ഞാൻ ദൈവത്തിനാണ് പറഞ്ഞ പോലെ വിശ്വാസികളുടെ ഹൃദയത്തിൽ പിശാച് കടന്നിരിക്കുക. ദൈവാത്മാവിലല്ല ഇന്ന് പലരും ജീവിക്കുന്നത്. പിശാച് കടന്ന് ദൈവപ്രവൃത്തിയില്ലാതെയും ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കാതെയും ദൈവത്തിന് വിരോധമായും ദൈവത്തിൻ്റെ ആസന്മാർ വിരോധമായി എഴുന്നേൽക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ദൈവമക്കൾ എന്ത് ചെയ്യണം? ദൈവാത്മാവിനെ പ്രാപിച്ച്, ദൈവശക്തി പ്രാപിച്ച്, നീതി പ്രവർത്തിച്ച്, പ്രാർത്ഥിച്ച്, നല്ലത് ചെയ്ത് ജീവിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അല്ലാതെ ഒരിക്കലും പ്രൈസലാമേ നമ്മുടെ പ്രാർത്ഥനയൊന്നും കേൾക്കില്ല. നമ്മളെവിടെ ആയിരിക്കുന്നു? നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുക എന്താണ്? ആ അവസ്ഥയിൽ നീതി പുലർത്തണം. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതുകൊണ്ട് പ്രൈസലാമേ അനേകരുടെ ഹൃദയത്തിൽ പിശാച് കടന്നിരിക്കുക. ഈ യൂദയുടെ ഹൃദയത്തിൽ പിശാച് കടന്നതുപോലെ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ, അവൻ്റെ ഹൃദയത്തിൽ പിശാച് കടന്നപ്പോഴാണ് ഈ ചിന്ത വന്നത്, യേശുവിനെ ഒറ്റിക്കൊടുക്കണമെന്ന് 12 വെള്ളി കാശ് മേടിച്ച്. ഇതുപോലെയാണ് പലരുടെ ഹൃദയത്തിൽ പ്രൈസലാമേ ഹല്ലേലൂയ പിശാച് കടന്നിരിക്കുക. ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയില്ല. എല്ലാവരും ദൈവത്തിന് വിരോധമായി സംസാരിക്കുക. കർത്താവിൻ്റെ എന്തെങ്കിലും വേലയിൽ സമർപ്പിച്ച് എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർക്കും വിരോധമായി സംസാരിക്കുക. എന്തിനാ ഇങ്ങനെ ജീവിക്കുന്ന, ജോലി ചെയ്ത് ജീവിച്ചുകൂടെ എന്നാ.
സ്തോത്രം. കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ, സുവിശേഷം പറയുമ്പോൾ ഒക്കെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ എന്തിനാണ് ചെയ്യുന്നത്? ഇതിലുള്ളവർ തന്നെ പറയുക. അപ്പോൾ പിശാച് പല ഹൃദയത്തിൽ കടന്നിരിക്കുക. അതുകൊണ്ട് ദൈവാത്മാവിനെ പ്രാപിച്ച്, ദൈവശക്തി പ്രാപിച്ച് ഈ നാളുകളിൽ മുന്നേറുക. ദൈവം നമ്മെ അനുഗ്രഹിക്കാനിടയായി നാം ഈ വചനത്താൽ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഗ്രഹിക്കും. ദൈവം നമ്മോടുണ്ടാകട്ടെ. ആമേൻ.